ടെസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോയുടെ ശിഷ്യന്മാർ വന്നിട്ട് ചോദിക്കുകയാണ് ഈ അവസാന കാലഘട്ടത്തെ കുറിച്ചുള്ള സൂചനകൾ എന്തൊക്കെയാണ്, ആ തീയതി എന്നാണ് അല്ലെങ്കിൽ ആ ദിവസം എന്നാണ് എന്നൊക്കെ കൃത്യമായിട്ട് ഈശോയോട് ചോദിക്കുമ്പോൾ ഈശോ പറയുന്നത് എന്താണ്? ഈശോ പറയുകയാണ്, ആരും നിങ്ങൾ വഴി തെറ്റിക്കാതിരിക്കാനായിട്ട് സൂക്ഷിച്ചിടും. ഈ സംഭവമൊക്കെ ഉണ്ടാകും, അതിൽ അവസാന ദിനങ്ങളൊക്കെ വരും. പക്ഷേ ആ സമയമാകുമ്പോഴേക്കും ഒരുപാട് പേര് നിങ്ങളെ വഴി തെറ്റിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിൽ നിങ്ങൾ കീഴ്പ്പെടരുത് എന്ന് പറയുകയാണ്. ആരും നിങ്ങൾ വഴി തെറ്റിക്കാതിരിക്കാനായിട്ട് സൂക്ഷിച്ചു കൊടുക്കും. എന്നിട്ട് അവിടെയുള്ള ചില സൂചനകളൊക്കെ ശിഷ്യന്മാർക്ക് നൽകുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനഭാഗത്തില് ഈശോ ശിഷ്യരോട് സംസാരിക്കുന്നത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും ഈശോയ്ക്ക് വല്ലാത്തൊരു കരുതല് ഈ ശിഷ്യന്മാരുടെ നേരെയുണ്ട്, അല്ലെങ്കിൽ ഈ ശിഷ്യന്മാരോട് സംസാരിക്കുന്നതിലൂടെ നമ്മുടെ നേരെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആരും നിങ്ങൾ വഴി തെറ്റിക്കാതിരിക്കാനായിട്ട് സൂക്ഷിച്ചു കൊടുക്കും. ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കുറെ പേരുടെ അധർമ്മം വർദ്ധിക്കുന്നതിനാൽ കുറെ പേരുടെ സ്നേഹമൊക്കെ തണുത്തു പോകും. പക്ഷെ നിങ്ങൾ അവസാനം വരെ പിടിച്ചു നിൽക്കണം, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈശോ പറയുകയാണ്. ഈശോ ഈ ശിഷ്യന്മാരോട് വളരെ മനോഹരമായിട്ട് സംസാരിക്കുകയാണ്. നമ്മളവരെ ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം ഇത് തന്നെയാണ്. ഈശോയ്ക്ക് നമ്മളോട് വലിയൊരു കരുതലുണ്ട്. ദൈവത്തിന് നമ്മളോട് വലിയൊരു കരുതലുള്ള ഒരു സ്നേഹമാണുള്ളത്. ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അന്ത്യദിനങ്ങളെ കുറിച്ചുള്ള ഈശോയുടെ ആ വചനങ്ങൾ നമ്മുടെ മനസ്സിൽ നമുക്ക് സൂക്ഷിക്കാം. കരുതലുള്ള ഒരു സ്നേഹവുമായിട്ട് ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യത്തോടെ വളരാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.